ഇനി 50 ദിവസം മാത്രം കശ്മീർ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ സെപ്റ്റംബർ 30 അടുത്തെത്തുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളൊന്നും തന്നെ ആയിട്ടില്ല. എന്നാൽ രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മോദി സർക്കാരിന്. അതായത് തെരഞ്ഞെടുപ്പ് ഏതായാലും കോൺഗ്രസിന് ഇപ്പോൾ നല്ല ആത്മവിശ്വാസമാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ 5ാം വാർഷികത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധികൾക്കുള്ളിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഖർഗെ കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന് പതിറ്റാണ്ടുകളായി നൽകി വരുന്ന പല സവിശേഷതകളും ഇല്ലാതാക്കിയിട്ടും ലോക മനുഷ്യാവകാശ കൗൺസിൽ വരെ ഇടപെട്ടിട്ടും അതിൽ മാറ്റം വരുത്താൻ BJP സർക്കാർ തയ്യാറായിട്ടില്ല. അതിനർത്ഥം കാശ്മീരിൽ തോന്നിയതുപോലെ ചെയ്യാനാകും എന്നല്ല. BJP കാശ്മീരികളെ ബഹുമാനിക്കുകയോ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുന്നില്ല എന്നും എത്രയും വേഗം അതിൽ മാറ്റം ഉണ്ടാകണമെന്നും ഖർഗെ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ആർട്ടിക്കിൾ 370 എടുത്തുകളയുന്നത് വഴി ജമ്മു കാശ്മീരിനെ സമ്പൂർണ്ണമായി സംയോജിപ്പിക്കാനും സാമ്പത്തികമായി വികസിപ്പിക്കാനും അതുപോലെ ഭീകരവാദവും വിഘടനവാദവും തടയാനും കഴിയുമെന്നാണ് മോദി സർക്കാർ അന്ന് പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് ഖർഗെ കണക്കുകൾ നിരത്തി തുറന്നടിച്ചു. 2019 മുതൽ ജമ്മു കാശ്മീരിലുണ്ടായ 683 ഭീകരാക്രമണങ്ങളിലായി 258 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രക്തസാക്ഷികളായത്. അതുപോലെ 170 സാധാരണക്കാർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഖർഗെ കണക്കുകൾ നിരത്തി പറയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, അതായത് വെറും 1.5 മാസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിൽ 25 ഭീകരാക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. 15 സൈനികർക്ക് അവിടെ ജീവൻ നഷ്ടമാവുകയും 27 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതകം അവിടെ തുടർക്കഥയാവുകയാണ്. 2019 മുതൽ കശ്മീരിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ 65% നിയമനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതൊക്കെ ഖർഗെ പറയുന്നത് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് നരേന്ദ്രമോദി ശരിക്കും കശ്മീരിനെ നശിപ്പിക്കാനായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തെളിവാണ് ഖർഗെ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല 5 വർഷത്തിനുള്ളിൽ തൊഴിൽ രഹിതരുടെ എണ്ണം 10% നിന്ന് 18% ഉയർന്നു. 2015 പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതി പ്രകാരമുള്ള പാക്കേജിലെ 40% പ്രവൃത്തികൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾ ഇന്ത്യയിലെ മറ്റു സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കിടെയും ഖർഗെ അവിടെ നിന്ന് പറഞ്ഞതാണ്. ഇത് BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടി കേന്ദ്ര ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ കാശ്മീരിലെ ജനങ്ങളെയും നാടിനെയും നിയന്ത്രിക്കാൻ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താതെ ഇനിയും തള്ളിക്കൊണ്ടു പോകുകയാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ ഇനി അത് നടക്കില്ലെന്നും സുപ്രീം കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് ശക്തമായി താക്കീത് നൽകിയിരിക്കുകയാണ്. അതിലൂടെ ജനങ്ങൾക്ക് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുമെന്നും ഖർഗെ പറയുന്നു. നമുക്കറിയാം 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. തുടർന്ന് സംസ്ഥാനത്തെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം ശരിവെക്കുകയും അതേസമയം സെപ്റ്റംബർ 30 2024 സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഇനി 2 മാസം പോലുമില്ല, 50 ദിവസം മാത്രമാണുള്ളത്. കേന്ദ്രത്തിലെ മോദി സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലും നടത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കുന്നത്. വേണ്ടത്ര പിന്തുണയില്ലാത്ത ഇപ്പോഴത്തെ മോദി സർക്കാരിന് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ ഭയന്നേ മതിയാകും.